ഫർസാനയുടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് കടക്കുന്നു. അജീഷ് ജയകുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. അജീഷ്, സംസ്കാരം പൂർത്തിയായിരിക്കുന്നു. പ്രവിധ സംസ്കാരം ഇപ്പോൾ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. ചിറയിൻകീഴ് കാട്ടുമുറാക്കൽ ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിലാണ് ഫർസാനയുടെ മൃതദേഹം ഖബറടക്കം ചെയ്തത്. ഏതാണ്ട് 3 മണിക്ക് മുതൽ ഫർസാനയുടെ വീട്ടിൽ അരമണിക്കൂറോളം പൊതുദർശനം ഉണ്ടായിരുന്നു. അവിടെ നിന്നും ചിറയിൻകീഴുള്ള ഈ ഫർസാനയുടെ പിതാവിന്റെ സ്വദേശമാണ്, അദ്ദേഹം ജനിച്ചു വളർന്ന നാടാണ് ഇവിടുത്തെ ജുമാ മസ്ജിദിലാണ്, അവിടുത്തെ ഖബർസ്ഥാനിലാണ് ഫർസാനയുടെ മൃതദേഹം ഖബറടക്കം ചെയ്തത്. ഏതാണ്ട് കുറച്ചു മുമ്പ് മയ്യത്ത് നിസ്കാരത്തിന് ശേഷം ബന്ധുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് ഇപ്പോൾ ഈ ഖബർസ്ഥാനിൽ അന്ത്യചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഖബറടക്കം കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് വീട്ടിൽ നിന്ന് പോയ ഫർസാനയാണ് ഇന്ന് വൈകിട്ട് മണ്ണോട് ചേർന്നിരിക്കുന്നു. അവസാനം ഒരു പിടി മണ്ണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് ഫർസാനയുടെ ഹൃദയത്തിലേക്ക് ഇടുന്ന ആ കാഴ്ചയാണ് ഇപ്പോൾ. ഏറെ വൈകാരികമായ നിമിഷങ്ങളാണ്. ഫർസാനയുടെ പിതാവ് സുനിലിൻ്റെ നാടാണ് ചിറയിൻകീഴുള്ള ഈ കാട്ടുമുറാക്കൽ. ഇവിടുത്തെ ജുമാ മസ്ജിദിലാണ് ഫർസാനയുടെ മൃതദേഹം ഖബറടക്കം ചെയ്തത്. ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹത്തിന് ഇൻക്വസ്റ്റ് നടത്തി. അതിനുശേഷം പോസ്റ്റ്മോർട്ടം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞു. അതിനുശേഷം ഉച്ചയോടെയാണ് ഈ വെഞ്ഞാറമൂട് മുക്കുന്നൂരിലുള്ള ഈ വീട്ടിൽ മൃതദേഹം കൊണ്ടുവന്നത്. ഏതാണ്ട് അരമണിക്കൂർ അവിടെ പൊതുദർശനമുണ്ടായിരുന്നു. ഫർസാനയുടെ ആ കോളേജിൽ പഠിക്കുന്ന സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഏറെ വൈകാരികമായ രംഗങ്ങളായിരുന്നു ആ വീട്ടിൽ കണ്ടത്. നിലവിളിയോടെയാണ് അമ്മയും സുഹൃത്തുക്കളും ഒക്കെ ഫർസാനയുടെ മൃതദേഹം ഏറ്റുവാങ്ങിയത്. ആ വീട്ടിലെ ആ സങ്കട കാഴ്ചകൾ കണ്ട്, അതായത് ഇന്നലെ ഈ വാർത്ത അറിഞ്ഞത് മുതൽ പിതാവ് സുനിൽ ബോധരഹിതനായി വീഴുകയായിരുന്നു വീട്ടിൽ. അതിനുശേഷം അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തെ ആ സുഹൃത്തുക്കൾ ചേർന്ന് താങ്ങിയാണ് മകളുടെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാൻ വീട്ടിലേക്ക് എത്തിച്ചത്. ആ പിതാവ് ഇവിടെയുണ്ട്. പിതാവിൻ്റെ നാടായ ചിറയിൻകീഴ് കാട്ടുമുറാക്കൽ ജുമാ മസ്ജിദിലാണ് ഇപ്പോൾ അന്ത്യസംസ്കാരങ്ങൾ പൂർത്തിയാക്കി ഫർസാനയുടെ മൃതദേഹം ഖബറടക്കം ചെയ്തത്. നമുക്ക് അറിയുന്ന പോലെ കഴിഞ്ഞ ഏറെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. 10 വർഷം മുമ്പാണ് അവർ വെഞ്ഞാറമൂട്ടിൽ ഈ മുക്കുന്നൂർ എന്ന് പറയുന്ന ഈ നാട്ടിലേക്ക് സ്ഥലം വാങ്ങി വീട് വെച്ചെത്തിയത്. അച്ഛൻ അലുമിനിയം ഫാബ്രിക്കേഷൻ കട ഇടുന്ന ആളാണ്. ഒരു അനിയനുണ്ട്, അമ്മ വീട്ടമ്മയാണ്. അവർ ഏറെ കഷ്ടപ്പെട്ട് മകളെ വലിയ സ്വപ്നങ്ങൾ കാണിച്ച് പഠിക്കാൻ അയച്ചിരുന്നു. പഠിക്കാൻ മിടുക്കിയായിരുന്നു കുട്ടി. ഏറെ മാത്രമല്ല, നാട്ടുകാരോടൊക്കെ ഏറെ സ്നേഹത്തോടെയും സൗമ്യതയോടെയും പെരുമാറുന്ന കുട്ടി. എപ്പോൾ കണ്ടാലും ചിരിക്കുന്ന, എപ്പോഴും സംസാരിക്കുന്ന, അവർക്ക് ഓർമ്മയുള്ള നാട്ടുകാരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ കുട്ടിയെ പറ്റി വലിയ 100 നാക്കാണ്, ആ 100 നാവാണ് ഈ കുട്ടിയെ പറ്റി എല്ലാവർക്കും. അത്രയധികം സ്നേഹത്തോടെയും സൗമ്യതയോടെയും ഇന്നലെ വരെ കണ്ടിരുന്ന കുട്ടി ഇപ്പോൾ ജീവനോടെയില്ല എന്നുള്ളൊരു സത്യം വേദനയോടെയാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും നാട്ടുകാരുടെ നടുക്കത്തിൽ ഇപ്പോഴും ഒരു മാറ്റം വന്നില്ല. ഇന്നലെ വൈകിട്ട് വീട്ടിൽ നിന്ന് നടന്നു പോകുന്നത് കണ്ടതായിട്ട് ചിലർ പറയുന്നു. പക്ഷേ അതിനപ്പുറമൊന്നും അവർക്കും വലിയ പിടിയില്ല. എന്തായാലും ഒരു നരാധമന്റെ ക്രൂരകൃത്യത്തിന് ഇരയായ ഫർസാന ഒന്നും അറിയാതെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുന്നു. ഫർസാനയുടെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയായി. ചിറയിൻകീഴ് കാട്ടുമുറാക്കൽ ഖബർസ്ഥാനിൽ ചടങ്ങുകൾ ഇപ്പോൾ ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രവിധ. ശ്രീ അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ പലതരത്തിൽ ഈ പ്രണയപ്പകയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത് താൻ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ കാമുകി ഒറ്റയ്ക്കായി പോകുമെന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു കൊലപാതകം നടത്തുന്നു. കൊലപാതകം അതിനുശേഷം അവിടെ നിന്ന് നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഇത്രയും പേരെ കൊന്നിട്ടുണ്ടെന്നൊരു 23-കാരൻ പറയുന്നു. ഇതൊക്കെ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാതെയാണ്. ഒരുപാട് ഇഷ്ടമായിരുന്നു അനുജനെ എന്നാണ് പറഞ്ഞു കേട്ടിട്ട്. അവസാനം കൊണ്ടുപോകുമ്പോഴും കുഴിമന്തിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ആളിനെയും ഇവിടെ നിർത്തിയിട്ട് പോകില്ല. എനിക്കറിയില്ല എത്ര സങ്കീർണമായ മാനസികാവസ്ഥയാണ് മനുഷ്യൻ. ഞാൻ ആ ഫർസാനയുടെ കുടുംബത്തിന്റെ കാര്യം ഇന്നലെ ഉച്ചവരെ കൃത്യമായ ഒരു ധാരണയും ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച്. ഫർസാന വീട്ടിലേക്ക് പോകുമ്പോൾ പോലും ഫർസാനയ്ക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ഇതേപറ്റി പറയാൻ പറ്റുന്നത് ആ പ്രതിക്ക് മാത്രമാണ്. അപ്പോൾ ആ ചോദ്യം ചെയ്യലിൽ മാത്രമേ ഇനി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ.